അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡെഫിനിഷൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേർഡാണ് ഡെഫിനിഷൻ, നിർവചനം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നിർവചനം നൽകാറുണ്ട്. പല കോൺസെപ്റ്റുകൾക്ക് നിർവചനം നൽകാറുണ്ട്, പല വാക്കുകൾക്ക് നിർവചനം നൽകാറുണ്ട്. അപ്പോൾ ഭാഷയിൽ ഇത്തരത്തിലുള്ള വിവിധ തരം നിർവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിർവചനങ്ങൾ ആവശ്യമായി വരുന്നത്? ആദ്യമായി നമ്മളൊരു വിഷയം പറയുന്ന സമയത്ത്, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ പല ഡിബേറ്റുകൾ ഉണ്ടാവാം. ഈ ഡിബേറ്റുകളിൽ നിന്നും ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കണം. അതായത് നമ്മൾ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഡെമോക്രസി കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ പുറത്ത് ഡിബേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അങ്ങനെ കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായി സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ്. സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളൊരു പുതിയ പദം കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അയാൾക്ക് എന്തുണ്ട്? അയാൾക്ക് അതിൻ്റെ അർത്ഥം നിർണ്ണയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബ്ലാക്ക് ഹോള് എന്ന് പറയുന്ന ഒരു പദം, അതിൻ്റെ വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. അതായത് ഗുരുത്വാകർഷണം ഇല്ലാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ വേർഡ് മീനിങ്ങിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വേർഡ് കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരു വേർഡ് കോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ ഗുരുത്വാകർഷണം തീരെ ഇല്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നതിന് പകരം അതിനെ ചുരുക്കി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് ഹോൾ, അങ്ങനെ ചുരുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സൗകര്യപൂർവ്വം പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വേർഡുകളും നമ്മൾ മാറ്റാറുണ്ട്. നമ്മുടെയൊക്കെ കൊളോക്കിയൽ ലാംഗ്വേജിലൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഡെഫിനേഷൻസും ഉണ്ട്. നമുക്ക് ഒരു കാര്യം രഹസ്യമാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പുതിയ പുതിയ വേർഡ്സ് കോയിൻ ചെയ്യും. അതിനൊക്കെ ഇങ്ങനെയുള്ള ഡെഫിനിഷൻസും ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി ഒരു സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭാഷയുടെ ഏത് ഫംഗ്ഷനിലാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഷയ്ക്ക് 1, 2, 3 ഫങ്ഷൻസ്, നമ്മൾ അതിൽ കൂടുതൽ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ് ഏതിലാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു ഇൻഫോർമേറ്റീവ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫോർമേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് ട്രൂത്ത് വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസിന് എന്തില്ല? ട്രൂത്ത് വാല്യൂ ഇല്ല എന്നുള്ളതാണ്. ഇതൊരു ഡയറക്റ്റീവ് ഫംഗ്ഷനാണ്. ഇത് ഒരാളുടെ അഭിപ്രായമാണ്. അതായത് ഒരാളൊരു വേർഡ് കോയിൻ ചെയ്യുമ്പോൾ അയാൾ അതിന് അർത്ഥം കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ഡയറക്റ്റീവ് ഫംഗ്ഷനായിട്ടാണ് ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്.